പഹൽഗാം ആക്രമണത്തിന് ശേഷം രാജ്യം കടുത്ത ജാഗ്രതയിലാണ്. പ്രത്യേകിച്ച് കശ്മീരിൽ സൈന്യം കനത്ത ജാഗ്രതയാണ് പുലർത്തുന്നത്. കനത്ത നിരീക്ഷണവും അവിടെ സൈന്യം നടത്തുന്നുണ്ട്. ഇതിനിടയിൽ വീണ്ടും പഹൽഗാം മോഡൽ അറ്റാക്ക് നടത്താനായി ഭീകരർ പദ്ധതിയിടുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് പ്രതികാരം ചെയ്യാനാണ് ഭീകരരുടെ പദ്ധതി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിനായി 60 ഭീകരരെയാണ് ഇവർ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ജമ്മു പ്രവിശ്യയെ തീവ്രവാദ വിമുക്തമാക്കുന്നതിനായി സുരക്ഷാ സേന ഒരു പ്രധാന ക്യാമ്പയിനും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കത്വ, കിഷ്ത്വാർ, രജൌരി, പൂഞ്ച്, റിയാസി എന്നീ പർവ്വത പ്രദേശങ്ങളിൽ തീവ്രവാദികൾക്കായിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട്. സജീവ തീവ്രവാദികളുടെ ഔദ്യോഗിക കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ 60 സജീവ തീവ്രവാദികൾ ഇപ്പോൾ പഹൽഗാം മോഡൽ അറ്റാക്ക് വീണ്ടും അവിടെ നടത്താൻ തയ്യാറായിരിക്കുകയാണെന്നാണ് സൈന്യത്തിന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഈ തീവ്രവാദികളെല്ലാം 3 മുതൽ 5 വരെ ഗ്രൂപ്പുകളായി തങ്ങളുടെ സ്ഥലങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സൈന്യം പറയുന്നത്. പഹൽഗാമിൽ നിന്നുള്ള ആക്രമണകാരികളും ഈ തീവ്രവാദി ഗ്രൂപ്പുകളിൽ ഒന്നിന് ഉൾപ്പെട്ടിരിക്കാനുള്ള സാധ്യതയും അതേസമയം പാകിസ്ഥാൻ തീവ്രവാദികൾ നേപ്പാൾ അതിർത്തിയിൽ നിന്ന് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. ജമ്മു പ്രവിശ്യയിൽ സജീവമായിരിക്കുന്ന തീവ്രവാദികളിൽ 80% പാകിസ്ഥാനികളാണെന്നും ഈ തീവ്രവാദികൾക്കെല്ലാമെതിരെ രജൌരി, പൂഞ്ച്, കിഷ്ത്വാർ, ധോഡ, ഉധംപൂർ തുടങ്ങിയ വിവിധ ജില്ലകളിൽ പ്രത്യേക ഓപ്പറേഷൻ നടക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. POKയിൽ സജീവമായ 3 തീവ്രവാദികളുടെ സ്വത്തുക്കൾ ഗണ്ടേൽബാർ പോലീസ് പിടിച്ചെടുത്തു. ഈ 3 തീവ്രവാദികളും ഇപ്പോഴും പാക് അധീന കശ്മീരിൽ സജീവമാണെന്നും ജമ്മു കശ്മീരിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കശ്മീരിൽ 3 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇവരുടെ എല്ലാവരുടെയും പിടിച്ചെടുത്തിരിക്കുന്നത്. മറുവശത്ത് നേപ്പാൾ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് സുനിൽ ബഹാദൂർ താപ്പ പാകിസ്ഥാന്റെ ഭീകരത മുഴുവൻ മേഖലയ്ക്കും മാരകമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആക്രമണങ്ങൾക്ക് പാകിസ്ഥാന്റെ ഭീകര സംഘടനയായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ എന്നിവ ഉത്തരവാദികളാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സംഘടനകൾക്ക് നേപ്പാൾ ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ കഴിയും. കാഠ്മണ്ഡുവിൽ നടന്ന നേപ്പാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ ആൻഡ് എൻഗേജ്മെന്റ് എന്ന പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. നേപ്പാൾ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് സുനിൽ ബഹാദൂർ താപ്പയുടെ ഈ മുന്നറിയിപ്പിന് ശേഷം ഏജൻസികൾ സജീവമായി പ്രവർത്തിക്കുകയും നേപ്പാൾ ഇന്ത്യ അതിർത്തിയിൽ പ്രത്യേക സുരക്ഷ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.